പോലീസുകാർക്ക് എപ്പോഴും ഈ അധികാര സ്വഭാവമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതിയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള കഥകൾ നമ്മൾ കേട്ടു. ഇതിനുശേഷം എപ്പോഴാണ് ഈ മർദ്ദനം ഉണ്ടാവുന്നത്? ഈ പൈസ ചോദിക്കാൻ, ചെയ്ത ജോലിയുടെ പ്രതിഫലം ചോദിക്കാൻ ഈ ചെറുപ്പക്കാരനും അവകാശമുണ്ടല്ലോ. ആ അവകാശത്തെ പോലീസുകാർ എങ്ങനെയാണ് നിഷേധിച്ചത്? ഇതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീജ, ജൂലൈ 21-നാണ് ഇത്തരത്തിൽ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ മുകേഷിന് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. ഈ ചെറുപ്പക്കാരൻ നേരത്തെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട്, അതായത് CPO ആയ അനന്തകൃഷ്ണന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിന്മേലാണ് ഈ സംഭവങ്ങളെല്ലാം വൈക്കം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് ഈ അനന്തകൃഷ്ണന്റെയും ഭാര്യയുടെയും ഈ വധുവിന്റെയും അതൊപ്പം തന്നെ ഈ കല്യാണ ചെറുക്കന്റെയും വിവാഹത്തിന്റെ കൊട്ടേഷൻ, അതായത് വിവാഹ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ കരാറ് ഒരുമിച്ചാണ് മുകേഷ് എടുക്കുന്നത്. അതായത് ആദ്യം വധുവിന്റെ വീട്ടുകാരാണ് സമീപിക്കുന്നത്. പിന്നീട് അത് വധുവിന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞ് വരന്റെ വീട്ടുകാരുടെ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു രണ്ടിനും രണ്ടായി തന്നെ പണം അവർ രണ്ടിടത്തായുള്ള ഷൂട്ടാണ് നടക്കേണ്ടത്. രണ്ടിടത്തുള്ള പണം അവർ കരാർ പ്രകാരം പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഇവന്റ് മാനേജ്മെന്റിനുള്ള പരിപാടികളും ഒക്കെ ചെയ്തു. അതായത് 62,000 രൂപയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം. നമുക്കറിയാലോ, ഒരു വിവാഹ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപയാകും എന്നുള്ളത്. നമ്മളിപ്പോൾ കണ്ട മുകേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, യുവാവ് സാധാരണ ചെറുപ്പക്കാരനാണ്. ഒരുപാട് സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ വലിയൊരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഒരാളോ ഒന്നുമല്ല. അപ്പോൾ ആദ്യം ഈ കല്യാണത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് പെട്ടെന്ന് തന്നെ വിവാഹം ഷൂട്ട് ചെയ്തതിനു ശേഷം ഇതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞ് തങ്ങൾക്ക് വീഡിയോ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്ന് ഓർമ്മ വേണം. അതായത് കല്യാണം കഴിഞ്ഞു, ഇതെല്ലാം ഷൂട്ടും കഴിഞ്ഞു, എല്ലാം ഈ മുകേഷ് ആണെങ്കിൽ പോലും മുകേഷ് സ്വന്തമായി ഈ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം വാടകയ്ക്ക് എടുത്തും പല ആളുകളെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നുമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വധുവിന്റെ വീട്ടുകാർ ആദ്യം തന്നെ കൈയൊഴിയുന്ന രീതിയിൽ ചില പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറുക. അതിനുശേഷം അനന്തകൃഷ്ണൻ, അതായത് നേരത്തെ നമ്മൾ ഓഡിയോയിൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തുവിട്ട CPO ആയ അനന്തകൃഷ്ണൻ ആണ് ഈ മുകേഷെ സമീപിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത്, വധുവിന്റെ വീട്ടുകാരുടെ പിന്നെ ഈ ആൽബവും വീഡിയോയും തനിക്ക് വേണം. അതായത് താൻ തരാനുള്ള പകുതി പൈസ തരാനുള്ളത് താൻ തരും, തനിക്ക് വീഡിയോയും ഒപ്പം തന്നെ ഈ ഫോട്ടോയും വേണമെന്ന് പറയുന്നു. അങ്ങനെ ആൽബം ഈ മുകേഷ് അനന്തകൃഷ്ണൻ നൽകുന്നുണ്ട്. പക്ഷേ അതിനുശേഷം വീഡിയോ അനന്തകൃഷ്ണൻ നൽകുന്ന ഘട്ടം വന്നപ്പോൾ പറഞ്ഞു 32,000 രൂപ തനിക്ക് കിട്ടാനുണ്ട്. വീഡിയോ തന്നാൽ രണ്ടു വീട്ടുകാർക്കും അത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് തന്നാൽ എനിക്ക് വധുവിന്റെ വീട്ടുകാർ തന്ന പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ മുഴുവൻ പണം തന്നെ എന്നെ ചതിക്കുന്ന രീതിയായിരുന്നു ഇത്. അതുകൊണ്ട് 32,000 രൂപയും തന്നാൽ മാത്രമേ ഇത് വീഡിയോ തനിക്ക് തരാൻ കഴിയുകയുള്ളൂ എന്ന് ഉള്ള നിലപാട് എടുക്കുന്നു. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടില്ല എന്ന മുകേഷിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അതിന്റെ പുറത്താണ് പിന്നീട് നമ്മൾ നേരത്തെ കേട്ട ഭീഷണി സന്ദേശം. അതായത് താൻ ഇപ്പോൾ ക്യാമ്പിൽ പരിശീലനത്തിലാണ്, 1 മാസത്തിനുള്ളിൽ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഭീഷണി സന്ദേശമാണ് ഈ യുവാവിന് അയക്കുന്നത്. തുടർന്ന് ഈ അനന്തകൃഷ്ണൻ വൈക്കം പോലീസ് സ്റ്റേഷൻ, കല്യാണം നടന്ന പരിധി വൈക്കം പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അയാളുടെ വീടും അവിടെയാണ്. വൈക്കം പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ പരാതി നൽകുന്നു. ഈ വൈക്കം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ വിളിപ്പിക്കുന്നു. മുകേഷ് അവിടെ ചെല്ലുന്നു. തൈക്കാട്ടുശ്ശേരി ചേർത്തല സ്വദേശിയാണ്. വൈക്കത്തേക്ക് ഇയാൾ ചെല്ലുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവങ്ങളാണ് യുവാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് 4,000 രൂപയ്ക്ക് 32,000 രൂപ കിട്ടേണ്ട ഈ വീഡിയോ പോലീസുകാരനാണ് അപ്പുറത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ പരാതിക്കാരനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ 4,000 രൂപയ്ക്ക് ഇത് സെറ്റിൽ ചെയ്തോണം എന്നുള്ള കർശന നിർദ്ദേശം മുകേഷിന് മുന്നിലേക്ക് വെക്കുന്നു. 4,000 രൂപ നിനക്ക് തരും, നീ കൊണ്ടുവന്ന് ആ പെൻഡ്രൈവ് കൊടുത്തോണം എന്നുള്ള നിർദ്ദേശമാണ് ഉണ്ടാക്കുന്നത്. അത് എഴുതി വാങ്ങാനായി പോലീസുകാർ ശ്രമിക്കുന്നു. അതിനുശേഷം സംസാരിച്ചപ്പോൾ ഈ മുകേഷ് ആണെങ്കിലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ പല കാര്യങ്ങളും പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും മുകേഷ് അവിടെ ചെന്നപ്പോൾ അസഭ്യം വിളിച്ചു. അതായത് ASIയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വളരെ മോശമായ അസഭ്യം വിളിച്ചുകൊണ്ടാണ് തന്നോട് സംസാരിച്ചത് എന്നുള്ളത് മുകേഷ് പറയുന്നു. അപ്പോൾ ഈ 4,000 രൂപ വാങ്ങിക്കൊടുത്ത ഘട്ടത്തിൽ മുകേഷ് പറഞ്ഞു തനിക്ക് 28,000 രൂപ കിട്ടാനുണ്ട് CPO അനന്തകൃഷ്ണനിൽ നിന്ന്, അതിൻ്റെ ഒരു പരാതി പോലീസ് സ്വീകരിക്കണം എന്ന് മുകേഷ് തിരിച്ചു പറയുന്നു. അതായത് എനിക്ക് കിട്ടാനുള്ള പൈസയെ സംബന്ധിച്ചുള്ള പരാതി കൂടെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ അസഭ്യം വിളിച്ചുകൊണ്ടാണ് ASI ഇയാളോട് സംസാരിച്ചു തുടങ്ങുന്നതെന്നാണ്. അപ്പോൾ CCTVയുടെ മുമ്പിൽ നിന്നാണ് സംസാരം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ അസഭ്യം വിളിച്ചപ്പോൾ മുകേഷ് അത് പ്രതികരിച്ചു. തന്നെ അസഭ്യം വിളിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്.
ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്നെ അസഭ്യം വിളിക്കുന്ന CCTV ഉണ്ട്, ദൃശ്യങ്ങളുണ്ട്. ASI പറഞ്ഞു വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്, CCTV പരിശോധിക്കണം, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ അകത്ത് പോയി CCTV പരിശോധിച്ച ശേഷം ഈ അസഭ്യം വിളിക്കുന്നതില്ലെങ്കിൽ നിനക്ക് മർദ്ദനം ഉണ്ടാകും എന്ന് നിന്നെ കൈകാര്യം ചെയ്യും, പോലീസിന് മറ്റൊരു മുഖമുണ്ട് എന്നുള്ള ഭീഷണിയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അനന്തകൃഷ്ണനും ഈ പോലീസ് ഉദ്യോഗസ്ഥരും PROയുടെ റൂമിലേക്ക് പോകുന്നു. അവിടെ CCTV ആദ്യം പരിശോധിക്കുന്നു. ഈ സംസാരിക്കുന്ന ഘട്ടം വരുമ്പോൾ അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അത് അങ്ങനെ ഒന്നുമില്ല, ഈ മുകേഷിനോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുന്നു. തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദനം നടന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. PROയുടെ റൂമിലാണ്, ക്യാമറ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി PROയുടെ റൂമിൽ കൊണ്ടുപോയാണ് 4 പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചതെന്നാണ് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറയുന്നത്. അതായത് അനന്തകൃഷ്ണന്റെ വോയിസിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു താൻ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ പോലീസ് CPI ആയി ചാർജ് എടുത്തു കഴിഞ്ഞാൽ തൻ്റെ പോലീസിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള രീതിയിലുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് ആ ഓഡിയോ അയച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ഈ മർദ്ദനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. PROയുടെ റൂമിലിട്ട് മർദ്ദിക്കുന്നത് കണ്ട് PRO ഇറങ്ങി പുറത്തേക്ക് പോയി എന്നുള്ളതാണ് മുകേഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ജൂലൈ 21-ന് മർദ്ദനമേക്കുന്നു. മർദ്ദനമേറ്റതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ, അതായത് നെഞ്ചിനാണ് ഇടി കിട്ടിയത്. ഒപ്പം തന്നെ നെഞ്ചിനും വയറിനും ഇടയ്ക്കുള്ള ഭാഗത്ത് ഇടിച്ചു, കഴുത്തിന് പിടിച്ചു, മൊബൈൽ ഫോൺ പൊട്ടിച്ചു. ഒപ്പം തന്നെ താഴത്തേക്ക് എറിഞ്ഞ് മൊബൈൽ ഫോണും പൊട്ടി. കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷ മാല അടക്കം പൊട്ടിച്ചെറിഞ്ഞ് കസേരകൾക്കിടയിലേക്ക് തള്ളിയിടുകയായിരുന്നു, വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് മുകേഷ് പറഞ്ഞത്. നെഞ്ചിന്റെ മർദ്ദനമേറ്റതിനെ തുടർന്ന് അസ്വസ്ഥത ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ 4000 രൂപ തുടർന്നാണ് ഈ 4000 രൂപ എഴുതി വെപ്പിച്ച് ഇത് കൊടുക്കാമെന്നുള്ള കരാർ ഉണ്ടാക്കി മുകേഷിനെ പറഞ്ഞു വിടുന്നത്. പോകുന്ന വഴിക്ക് അസ്വസ്ഥത ഉണ്ടായി. തുടർന്ന് തൊട്ടടുത്ത് തന്നെ, അതായത് ഈ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് വൈക്കം താലൂക്ക് ആശുപത്രി. അവിടെ 3:30-4 മണിയോട് അടുപ്പിച്ച് മുകേഷ് ചികിത്സ തേടിയതിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ബുദ്ധിമുട്ടുകളുമായാണ് 4ഓളം പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് ആ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ചെയ്ത ജോലിക്ക് പണം, അതായത് കൂടുതൽ പണമല്ല, നമുക്ക് സാധാരണ റേറ്റ് നോക്കിയാണെങ്കിൽ വളരെ കുറഞ്ഞ പണമാണ് ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ പൈസ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ മർദ്ദനം നടന്നു എന്നുള്ള ഗൗരവകരമായ വിഷയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ വീഡിയോഗ്രാഫറായ മുകേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മുകേഷ് ശരണ്യയുമായി വിശദമായി സംസാരിക്കുന്നത് കേട്ടു. ജൂലൈ 21-നാണ് മർദ്ദനമേൽക്കുന്നത്. ഇന്നിപ്പോൾ സെപ്റ്റംബർ 16. ഇന്നത്തെ ദിവസം നിയമസഭയിൽ ഈ കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ചും പോലീസുകാരുടെ ഇത്തരം സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ ഒരു ചർച്ച അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. മുകേഷിന്റെ അനുഭവം ഇപ്പോൾ ശരണ്യ വിശദമായി പറഞ്ഞു. ചെയ്ത ജോലിയുടെ പൈസയാണ് മുകേഷ് ചോദിച്ചത്. പക്ഷെ ആ ശബ്ദ സന്ദേശത്തിൽ 1 കൊല്ലം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ 1 കൊല്ലമായിട്ടും ഈ വീഡിയോ, ഇവരുടെ വിവാഹം നടന്നത് എപ്പോഴായിരുന്നു? എന്തായിരുന്നു ഇത്രയും താമസം വരാൻ കാരണം? ഇത് വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മള്